കൊച്ചിന് 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം അമ്മച്ചി പറഞ്ഞു, എടാ ഒന്ന് ശ്രദ്ധിക്കണം, കൊച്ചിന് ചിലപ്പം കേൾവിയുടെ ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞു. ഒരു ഇയർഫോൺ മേടിക്കണമെന്ന് പറഞ്ഞു. മൂത്ത ആൾക്കാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. അപ്പം അതിൻ്റേതായ ഫണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങളിവിടെ പാട്ടൊക്കെ പഠിപ്പിരിക്കുമായിരുന്നു. ഇയർഫോൺ മേടിച്ചുകൊണ്ട് വന്ന ശേഷം സ്പീച്ച് തെറാപ്പി കൊടുക്കണം. ആ കൊടുത്തതിൻ്റെ ഭാഗം 6 മാസം കൊടുത്തു കഴിഞ്ഞാച്ചും കൊച്ചിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു. കാതോട് കാതരുന്നൊരു സ്കീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതാ ഫിനാൻസ് നടത്തുന്ന ദാനിയൽ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്ന് പറയുമായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ചു. പിറ്റേ ദിവസം ആലുവ രാജഗിരിയിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇന്നപോലെ കാതോട് കാതരെന്ന് പറഞ്ഞ സ്കീം വഴി മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നതാണ്. ഞങ്ങൾ ആ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞു. ഇത്തവണത്തെ ഓണം ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് എത്തുന്നത് വെറുമൊരു ആഘോഷമായല്ല, ജീവിതത്തിൽ ആദ്യമായി ശബ്ദങ്ങളുടെ പുതിയ ലോകം തുറന്നു കിട്ടിയ 2 കുഞ്ഞുങ്ങളുടെ സന്തോഷവുമായാണ്. നടൻ മമ്മൂട്ടി അവർക്ക് കൊടുത്തയച്ച ഒരു റേഡിയോ, അതിനൊപ്പം ഓണക്കോടിയും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. അതിനെക്കാട്ടിലും ഞങ്ങൾക്ക് മമ്മൂക്ക ഗിഫ്റ്റ് തന്നേക്കുന്നത് എൻ്റെ പിള്ളേർക്ക് കിട്ടിയ കേൾവിയാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റായിട്ട് കരുതുന്നത്. അതിപ്പം ഓണമാണേലും ക്രിസ്മസ് ആണേലും ഈസ്റ്റർ ആണേലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ മമ്മൂക്കയുടെ ഗിഫ്റ്റ് ഉണ്ടാവും. കാതോട് കാതോരം എന്ന് തുടങ്ങുന്ന പാട്ടിന് ഇന്ന് ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു അർത്ഥമുണ്ട്. ചിങ്ങം പിറക്കുമ്പോൾ കേൾവിയുടെ പുതിയൊരു വർഷത്തിലേക്കാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കുഞ്ഞു സഹോദരങ്ങളായ മിഖയിലും മിഹോക്കും കാതു തുറക്കുന്നത്. മൂത്ത ആൾക്കാണ് ആദ്യം സ്വിച്ച് ഓൺ ആക്കിയത്. ആക്കിയപ്പം അവന് ഒരു ചിരിയുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇളയാള് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടി. പിന്നെ ഇതുപോലെ ചെറിയ കളിപ്പാട്ടം എല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്റ്റും ലൈറ്റിൻ്റെയും, പിന്നെ ആശുപത്രിയിൽ നിന്ന് അവന്മാർ വെളിയിറങ്ങി കാറിനകത്ത് കയറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു. ജന്മനാ കേൾവിശക്തി ഇല്ലാതിരുന്ന ഈ 2 കുട്ടികൾക്ക് പുതിയ ജീവിതം സമ്മാനിച്ചത് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന കാതോട് കാതോരം പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഇരുവർക്കും സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. വണ്ടിപ്പെരിയാർ സ്വദേശികളായ സോനു ബോബീന ദമ്പതികളുടെ മക്കളാണ് മിഖയിലും മിഹോക്കും. മൂത്ത മകനായ മിഖയിലിന് 2 വയസ്സുള്ളപ്പോഴാണ് കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ നാക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും പ്രായമാകുമ്പോൾ ശരിയാകുമെന്നുമായിരുന്നു അറിയിച്ചത്. പിന്നീട് കൂടുതൽ പരിശോധനകൾ നടത്തി ഇയർഫോൺ ഉപയോഗിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. വിശദമായ പരിശോധനയിലാണ് കേൾവിയെ സഹായിക്കുന്ന കോക്ലിയയിലെ കോശങ്ങൾക്ക് തകരാറുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതിനിടയിൽ 2ാമത്തെ കുട്ടിയായ മിഹോക്കിനും സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. എന്നാൽ വണ്ടിപ്പെരിയാറിലെ ചെറിയ ലായത്തിൽ താമസിക്കുന്ന ദിവസവേതനക്കാരനായ സോനുവിന് 2 കുട്ടികളുടെയും ചികിത്സയ്ക്കായി ആവശ്യമായ ഏകദേശം 25 ലക്ഷം രൂപ കണ്ടെത്തുക അസാധ്യമായിരുന്നു. സർക്കാരിന്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിൽ പേര് നൽകി സഹായത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുടുംബം. രാജഗിരി ആശുപത്രിയിലെ ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി. ENT സർജൻ ഡോക്ടർ സജിത് എബ്രഹാം, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ജോജി ആന്റണി, ഇംപ്ലാന്റ് കോഓർഡിനേറ്റർ LGM മാത്യു, സീനിയർ ഓഡിയോളജിസ്റ്റ് അബിൻ ലാസർ, സീനിയർ സ്പീച്ച് തെറാപ്പിസ്റ്റ് സാറ പോൾ എന്നിവരടങ്ങുന്ന വിദഗ്ധ മെഡിക്കൽ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ജന്മനാ കേൾവിശക്തിയില്ലാത്ത കുട്ടികളിൽ എത്രയും നേരത്തെ ഇംപ്ലാന്റേഷൻ നടത്താനാകുമോ അത്രയും മികച്ച രീതിയിൽ സ്വാഭാവിക സംസാരശേഷി വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ മിഖായിലും മിഹോക്കും ഓഡിറ്ററി വെർബൽ തെറാപ്പി പരിശീലനത്തിലാണ്. ഇത്തവണ ചിങ്ങം പിറക്കുമ്പോൾ ഇരുവരുടെ വീട്ടിലെ ഓണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മുമ്പ് നിശബ്ദത മാത്രമായിരുന്ന അവരുടെ ലോകത്തേക്ക് ഇപ്പോൾ ശബ്ദങ്ങളുടെ പുതിയൊരു വസന്തം എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി കൊടുത്തയച്ച ഓണസമ്മാനം ഈ കുടുംബത്തിന് നിശബ്ദതയിൽ നിന്ന് കേൾവിയിലേക്കുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ സംഗീതം കൂടിയാണ്.